ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ ഹ്യുനുവിനെ കാണിച്ചതിന് ശേഷം ഇതൊന്നും തന്നെ സത്യമല്ല എന്ന് നീ പറ എന്ന് ഹെയ്നും ഹ്യുനുവിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്, എനിക്ക് നിന്നോട് നേരത്തെ പറയുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനും ക്ഷമ ചോദിക്കുന്നു. ഞാൻ മരിക്കുവാൻ പോകുകയാണെന്ന് നിന്നോട് പറഞ്ഞ ദിവസമായിരുന്നോ നീയും ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്നോട് പറയുവാനായിട്ടിരുന്നത്? എന്ത് വന്നാലും ഞാൻ എങ്ങനെയെങ്കിലും മരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നീയും അത് തുറന്നു പറയാതിരുന്നതെന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്ത് ഹെയ്നും ചോദിക്കുകയാണ്. ഹ്യുനുവും അതേന്ന് മറുപടിയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അപ്പോൾ ഇത്രയും കാലം നീ എന്റെ അടുത്ത് കള്ളമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് കൂടി ഹെയ്ൻ ചോദിക്കുന്നു. ഹ്യുനുവ ആകട്ടെ, ഞാൻ നിന്നെ കാണുവാനായിട്ട് വരുന്ന വഴിക്കായിരുന്നു ആ ഒരു ലോക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് മറുപടിയായിട്ട് പറയുന്നത്. ഹെയ്നും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും, നീ ഇവിടെ നിൽക്ക്, ഇത്രയും രാത്രിയായതല്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ ഹ്യുനു പറയുന്നുണ്ട്. പക്ഷെ അവളും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നെങ്കിലും നിനക്ക് അറിയണ്ടേ എന്ന് ഹ്യുൻവ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും അതുപോലും കേൾക്കുന്നില്ല. ഹെയ്യനും ഷൂസ് ഇടാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്ന അവളും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് കരയുന്നു. പിന്നീട് അവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കും അടുത്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് റോഡൊക്കെ ആയിരുന്നു. ഒരു വണ്ടിയാകട്ടെ അവളുടെ നേർക്ക് പാഞ്ഞു വരുമ്പോഴത്തേക്കും അവളും അവിടെ തന്നെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഹ്യുൻവോ അവിടെ എത്തി അവളെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കത്തില്ലായിരുന്നു? ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ നീ അകത്തേക്ക് പോ, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം നീ എന്ത് പറഞ്ഞാലും അതെല്ലാം കേൾക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ഹ്യുൻവോ പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഞാൻ അപകടത്തിലായതുപോലെ ഇതിന് ശേഷം എപ്പോഴെങ്കിലും അപകടത്തിലൊക്കെ ആകുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നീ ഒരിക്കലും എന്നെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നാണ് ഹെയ്നും ഹ്യുനുവിനോട് പറയുന്നത്. പിന്നീട് അവൾ ഒറ്റയ്ക്ക് നടന്നു പോകുകയും ചെയ്യുന്നു. ഹ്യുനുവിന് കുറച്ചു നാളായിട്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. ഹെയ്നെ അതുപോലെയൊക്കെ അല്ലായിരുന്നു അവനും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും ഇതുപോലൊരു ഡിവോഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് സൂചോളും പറയുന്നു. അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആന്റി ആയിരിക്കും ഇതിന് പിന്നിലെന്ന്. ഈ അടുത്താകട്ടെ എന്നെക്കാളും ഹാൻഡ്സം ഹ്യുനു ആണെന്ന് പോലും ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസമാകട്ടെ ആന്റിയും ഹ്യുനുവും കൂടി ഒളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. ഹെയ്നെ തനിച്ച് ജർമ്മനിയിലേക്ക് വിട്ടതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആന്റി സംസാരിച്ചതെങ്കിൽ പോലും സോജോളിന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം പോലും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരും വളരെ സീരിയസ് ആയിട്ടായിരുന്നു രഹസ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് സൂചോളും ഇപ്പോൾ വൈഫിന്റെ അടുത്ത് പറയുന്നത്. ഹെയ്ന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയാണ്. ഡോക്ടർ ആകട്ടെ ഇപ്പോൾ ഹ്യുനുവിനോട് സംസാരിക്കുമ്പോഴത്തേക്കും വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുവാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അവളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഫലപ്രദമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പാകട്ടെ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പിൽ വരെ ഹെയ്ൻ എത്തിയിട്ടുമുണ്ടായിരുന്നല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനത്തെ പേഷ്യൻസ് സൂയിസൈഡ് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ജീവിക്കുവാനായിട്ടും അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയോ സ്നേഹത്തിന് വേണ്ടിയോ വെറുപ്പിന് വേണ്ടിയോ അവർ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു രോഗത്തിൽ നിന്നും മുക്തിയൊക്കെ നേടുവാനായിട്ട് സാധിക്കുമെന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവളെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുവാനാണ് ഡോക്ടറും ഹ്യുനുവിനോട് പറയുന്നത്. ഇപ്പോൾ ആകട്ടെ ഹെയ്നും ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തിയിട്ട് അവിടെ നിന്നും പോകുകയാണ്. നീ ഇവിടെ തന്നെ നിന്നാൽ മതി, എങ്ങാനും WBCയുടെ കൗണ്ടൊക്കെ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സയും നടത്താമല്ലോ എന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ മരിക്കുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് അവളും പോകുന്നത്. ഇത്രയും നാളുമാകട്ടെ ഹ്യുനുവിന് തന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നല്ലോ അവളും ട്രീറ്റ്മെന്റിന് നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവളും എല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ തന്നെ നിന്റെ അടുത്ത് നിന്ന് മോചനമൊക്കെ നടത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. നിന്റെ കൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പണവും സൗകര്യവും എല്ലാം തന്നെ ലഭിക്കുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നിന്റെ കൂടെ ജീവിക്കുന്നത് ഞാൻ വെറുത്തിട്ടുണ്ട്. നീ മരിക്കാൻ പോകുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും 3 മാസം കൊണ്ട് തന്നെ ഒരു ഡിവോഴ്സ് ഒന്നും ഇല്ലാതെ നിന്റെ അടുത്തൊന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാം തന്നെ നീ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എനിക്കെതിരായിട്ട് ഒരു ഡിവോഴ്സ് ഒക്കെ നൽകുകയും മറ്റൊരു ആക്ഷൻ എടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്നും പോകണോ, അതോ നിന്റെ കാൽക്കീഴിലൊക്കെ കിടന്നുകൊണ്ട് നിന്റെ വിൽപത്രമൊക്കെ മാറ്റി എഴുതിക്കണോ എന്ന് ചോദിക്കണോ എന്ന് അവനും ചോദിക്കുകയാണ്. ഹ്യുൻവു അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്ന് ഒരുപാട് ദേഷ്യം വരികയാണ്. ഹ്യുൻവുവും നിന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെ എനിക്കെതിരായിട്ട് ചെയ്തോളുവാനും പറയുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന പോലെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും മുത്തശ്ശനെ ഉറപ്പായിട്ടും ജയിലിലൊക്കെ വിടേണ്ടതായിട്ട് വരുമെന്ന് ആളുകൾ പറയുമ്പോഴത്തേക്കും, മുത്തശ്ശനും ഞാൻ സൂചോളിന്റെ പ്രായമായിരുന്നപ്പോഴൊക്കെ ജയിലിൽ പോയതാണ്, അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് വേണ്ടി എന്റെ മകനൊക്കെ ജയിലിൽ പോകട്ടെ എന്നാണ് പറയുന്നത്.
അത് കേൾക്കുന്ന അച്ഛനും എനിക്ക് സൂചോളുടെ പ്രായമൊക്കെ ആയിരുന്നെങ്കിൽ ഞാനും അച്ഛന് പകരമായിട്ട് ജയിലിൽ പോകുവാനായിട്ട് തയ്യാറായേനെ എന്നും പറയുന്നു. എല്ലാവരും സൂചോളിനെ തന്നെ നോക്കുമ്പോഴത്തേക്കും സൂചോളിനെ ജയിലിൽ വിടുവാനാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നതെന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ പണം കൊടുത്ത് മേടിക്കുവാൻ സാധിക്കാത്ത ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നീ ഒരു തവണത്തേക്ക് ജയിലിലൊക്കെ പോകുവാനായിട്ട് അച്ഛൻ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിൽ പോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് സൂചോൾ പറയുന്നു. അച്ഛനും എനിക്കും എന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛന്റെ ഫാമിലി അല്ലേ ഞാൻ. അപ്പോൾ അച്ഛൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജയിലിൽ പൊക്കോ എന്നാണ് സൂചോൾ പറയുന്നതും. ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെയുണ്ട്. അങ്ങനെയിരിക്കെ നമ്മളെ പോലീസൊക്കെ പിടിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതൊക്കെ നടത്തിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിയെന്നാണ് എല്ലാവരും മുത്തശ്ശനെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺസിംഗുമായിട്ടുള്ള ആ ഒരു റിസോർട്ടിന്റെ പ്രൊജക്റ്റ് ഒക്കെ ഇപ്പോൾ സൈൻ ചെയ്യിക്കുകയാണ്. ഹ്യുനു എയർപോർട്ടിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുനു പറഞ്ഞത് കേൾക്കാതെ ഇപ്പോൾ റിസോർട്ടിനൊക്കെ സമ്മതിച്ചിട്ടുള്ള കാര്യമൊക്കെ അവനും അറിയുന്നത്. ഇനി ഉൺസെങ്ങിന്റെ പ്ലാൻ എന്താണെന്നൊക്കെ പറയുകയാണ്. അതായത് ലൈസൻസ് ഇതുവരെ കിട്ടാത്തൊരു സ്ഥലമൊക്കെ ആയിരുന്നല്ലോ അത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാമെന്ന് ഏറ്റ സ്ഥിതിക്ക് ലൈസൻസിന്റെ ആ ഒരു ഇഷ്യൂ ഒക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൂടെയുള്ള അതായത് ക്വീൻസ് ഗ്രൂപ്പിന്റെ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറുന്നതാണ്. അവരും നേരത്തെ തന്നെ ലോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കണമെന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വരും. ഈ ഒരു സമയത്ത് ഉൺസെങ് ആകട്ടെ ക്യൂൻസ് ഗ്രൂപ്പിനെ രക്ഷിക്കാനെന്ന രീതിയിൽ കുറെ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു സമയത്ത് ക്യൂൻസ് ഗ്രൂപ്പിന്റെ കൂടുതലുള്ള ആൾക്കാർക്ക് സോച്ചോളുടെ കയ്യിലേക്ക് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോണ്ട് എന്ന രീതിയിലായിരിക്കും സൂചോളിന് അവർ നൽകുക. ആ ഒരു സമയത്താണ് മുത്തശ്ശൻ തട്ടിപ്പ് നടത്തിയെന്ന ന്യൂസൊക്കെ ഉൺസെങ് ലീക്കാക്കുവാനായിട്ട് പോകുന്നത്. ന്യൂസൊക്കെ ലീക്കായി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനെയും ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നേരത്തെ കിട്ടിയിട്ടുള്ള ബോണ്ടുകൾ വെച്ച് ക്വീൻസ് ഗ്രൂപ്പിന്റെ സ്റ്റോക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക എന്നതാണ് ഉൺസെങ്ങിന്റെ ഉദ്ദേശം. നേരത്തെ തന്നെ ഉൺസെങ്ങിനും ഏകദേശം 5% സ്റ്റോക്സ് ഒക്കെ കൈക്കലാക്കിയിട്ടുമുണ്ട്. ഇപ്പോഴുള്ള സ്റ്റോക്സും കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റോക്സ് ഉള്ള വലിയൊരു ഷെയർ ഹോൾഡർ ആയിട്ട് ഉൺസെങ്ങും മാറുന്നതായിരിക്കും. റിസോർട്ടിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവൂ എന്നായിരുന്നല്ലോ ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹ്യുനു പറഞ്ഞതുപോലെ അവരെല്ലാവരും ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്ലാൻ ഒന്നും സക്സസ് ആകുകയില്ലായിരുന്നു. കൃത്യസമയത്ത് ഡിവോഴ്സ് പേപ്പർ ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഹ്യുനുവിനെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കുവാനായിട്ട് സാധിച്ചതെന്നൊക്കെ ഗ്രേസ്കോയും പറയുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് ഒരു ചർച്ചയൊക്കെ നടത്തുകയാണ്. ഹ്യുനുവോ ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. അവൻ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുക? അവന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അച്ഛനും സംശയിക്കുകയാണ്. അച്ഛനും അതിനെക്കുറിച്ച് അന്വേഷണം നടത്താമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും ഇതിന്റെ കാര്യം എല്ലാം തന്നെ അവൾ സ്വയം നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. ഡിവോഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ക്വീൻസ് ഗ്രൂപ്പിൽ നിന്നും ഹ്യുനു പോകുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് തന്നെ അവന്റെ കമ്പ്യൂട്ടറും ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സും ഫോണും അക്കൗണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവൻ ആരെയൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ആരോടൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അവന് ഇല്ലീഗലായിട്ട് എവിടെ നിന്നുമെങ്കിലും ഫണ്ടൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. അങ്ങനെ അവന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പൊക്കെ നടത്തിയെന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തതായിട്ട് അവന്റെ പേരിൽ കേസ് കൊടുക്കാനാണ് പോകുക. അവന്റെ അടുത്ത് നിന്നും ഞാൻ അതിന് നഷ്ടപരിഹാരവും മേടിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹെയ്നും പോകുന്നു. ഹ്യുനുവും ഫ്രണ്ടിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവന് പല്ലുണ്ടോ ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു ഫ്രണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ ഹെയ്ൻ കണ്ടതിന് ശേഷം അവന് നല്ല തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഫ്രണ്ട് വിചാരിക്കുന്നതെങ്കിലും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഹ്യുനുവും അറിയിക്കുന്നു. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹെയ്ൻ കരയിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് സഹിക്കുവാൻ സാധിക്കാതെ പോയതും. ഞാൻ എന്ത് വലിയ തെറ്റാണ് അവളുടെ അടുത്ത് ചെയ്തതെന്നുള്ള തോന്നലാണ് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉള്ളതെന്ന് ഹ്യുനുവും അറിയിക്കുന്നു. ഹെയ്നും ജീവിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ തോന്നിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കാനായിട്ടൊരു മോട്ടിവേഷൻ വേണം. അതിനുവേണ്ടിയാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഹ്യുനുവും ഇപ്പോൾ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ എന്റെ അടുത്ത് പ്രതികാരം ചെയ്യുവാനായിട്ടായിരിക്കും അവൾക്ക് തോന്നുക. എങ്കിൽ പോലും ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൾക്കും കൂടുതലായിട്ട് ജീവിക്കുവാനായിട്ട് താല്പര്യം ഉണ്ടാകുമെന്നും അവൻ അറിയിക്കുന്നു. നീ എന്തിനാണ് മുത്തശ്ശന്റെ സംസാരമൊക്കെ ഒളിഞ്ഞു കേൾക്കുവാനായിട്ടുള്ള രീതിയിൽ ബഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് സൂചോളും ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്.
ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും ഡിവോഴ്സ് പേപ്പേഴ്സ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവനും ഏകദേശം എല്ലാത്തിനും പിന്നിൽ ഹ്യുൻവു ആണെന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നിയിരിക്കുകയാണ്. നീ റിസോർട്ടിന്റെ പണിയൊക്കെ മുടക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആകട്ടെ എന്റെ പ്ലാൻ പ്രകാരം റിസോർട്ടൊക്കെ പണിയുവാനായിട്ട് പോകുകയാണ്. ഇനി നിനക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്കും ഒരു വിജയമൊക്കെ ഉണ്ടാകുമെന്ന് സുചോൾ പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും ഉൻസിങ്ങിനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ഉൻസിങ് ആകട്ടെ റിസോർട്ടൊക്കെ പണിയൊക്കെയാണെങ്കിൽ 500 ബില്യൺ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ 89 ബില്യൺ പ്രോഫിറ്റ് ആണ് ലഭിക്കുവാനായിട്ട് പോകുക. സത്യമൊക്കെ മറച്ചുവെച്ച് 5 ഇരട്ടിയോളം തുകയൊക്കെ കൂടുതലായിട്ട് കിട്ടുമെന്ന് ഉൻസിങ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും കൂടി ഹ്യുൻവു പറയുകയാണ്. ഹ്യുൻവു അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലുണ്ടായിരുന്ന പല പല കണക്കുകൾ സഹിതം പറഞ്ഞു കേൾപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സൂചോൾ കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. അമ്മയും കുറേയധികം കാര്യങ്ങളൊക്കെ ഹ്യുനുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹ്യുനുവിന് യാഥാർത്ഥ്യമൊക്കെ പറയണമെങ്കിൽ ഹെയിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവനും അതിനൊന്നും തന്നെ മറുപടി പറയാതെ നിൽക്കുന്നു. ഇനി ഹ്യുനുവിന് ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ഫോൺ പോലും വെളിയിൽ വെച്ചതിന് ശേഷമായിരുന്നു മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ അവനെയും അകത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടി തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.